ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നുള്ളത് ആ വ്യക്തിയുടെ ചാറ്റിങ്ങിലൂടെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. 3 ടൈപ്പ് ഓഫ് ചാറ്റിംഗ് ഞാനൊന്ന് പറയാം. ആ ചാറ്റിംഗ് നടക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളെ വളരെ ഡീപ്പായിട്ട് സ്നേഹിക്കുന്നു എന്നുള്ളതാണ് അർത്ഥം. ഒന്നാമത്തെ ചാറ്റിംഗ് സൈൻ എന്ന് പറയുന്നത് ആ വ്യക്തി എന്തെങ്കിലും കാര്യത്തിൽ ബിസി ആകാൻ പോവുകയാണെങ്കിൽ നിങ്ങളെ മുൻകൂട്ടി അറിയിക്കും എന്നുള്ളതാണ്. ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ട്രാവൽ ചെയ്യാൻ പോവുകയാണ്, ചിലപ്പോൾ റേഞ്ച് ഇല്ലാത്ത സ്ഥലമാണ്, വിളിച്ചാൽ കിട്ടിക്കൊള്ളണം എന്നില്ല എന്നുള്ളത് നിങ്ങളെ ഇൻഫോം ചെയ്യുക. അതല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, അപ്പോൾ ചിലപ്പോൾ ഫോൺ അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫോൺ സൈലൻ്റ് ആയിരിക്കും, നീ വിളിച്ചാൽ ചിലപ്പോൾ കിട്ടിക്കൊള്ളണം എന്നില്ല. അതുപോലെ തന്നെ എൻ്റെ ഫോണിൽ ബാറ്ററി കുറവാണ്, കുറച്ച് കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് ആവാൻ ചാൻസ് ഉണ്ട്, ഇനി ഞാൻ റൂമിലെത്തി ചാർജ് ചെയ്താലേ ഞാൻ അവൈലബിൾ ആവത്തുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ബിസി ആകും എന്നുള്ളത് മുൻകൂട്ടി നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുക. അതൊരു ടെക്സ്റ്റ് ആയിട്ടായിക്കോട്ടെ, കോൾ ആയിട്ടായിക്കോട്ടെ, നിങ്ങൾ അറിയിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു എന്നുള്ളതാണ്. നിങ്ങൾ വിളിക്കുന്ന സമയത്ത് അവൈലബിൾ ആവാതിരുന്നാൽ നിങ്ങൾ ടെൻഷൻ അടിക്കുമെന്ന് മുൻകൂട്ടി കണ്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങൾക്ക് പ്രയോറിറ്റി നൽകുന്നുണ്ട്, ആ വ്യക്തി നിങ്ങൾക്ക് വാല്യൂ നൽകുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതിനർത്ഥം ആ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളോട് ഇഷ്ടമുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു സൈൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇമോഷൻസിനെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണോ ആൾ സംസാരിക്കുന്നത്, അതോ നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിലാണോ സംസാരിക്കുന്നത് എന്നുള്ളത് നോക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ തലവേദനയായിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വയറുവേദന, എന്തെങ്കിലും ഒരു വയ്യാണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് വിളിക്കുന്ന സമയത്ത് നിങ്ങൾ പറയുന്നുണ്ട്, ടെക്സ്റ്റിലായിക്കോട്ടെ കോളിലായിക്കോട്ടെ പറയുന്നു, എനിക്ക് തീരെ വയ്യ, തലവേദനയാണെന്ന് പറയുന്ന സമയത്ത്, അയ്യോ ഇത് കുറച്ച് ദിവസമായല്ലോ തുടങ്ങിയിട്ട്, നീ ഒരു ടാബ്ലറ്റ് എടുത്ത് കഴിച്ചു നോക്ക്, ഞാൻ വന്നിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം, ഞാൻ ഇന്ന് നേരത്തെ വരാം എന്നൊക്കെ പറയുന്നത് ആ ഇമോഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ ഉള്ള ഒരു ടോക്കാണ് അല്ലേ. അല്ലെങ്കിൽ നീ റെസ്റ്റ് എടുക്ക്, TV കണ്ടുകൊണ്ടിരിക്കണ്ട, അല്ലെങ്കിൽ ഫോണിൽ ഒത്തിരി നേരം നോക്കിക്കൊണ്ടിരിക്കണ്ട, ഒന്ന് റെസ്റ്റ് എടുക്കുക എന്നൊക്കെ പറയുന്നത് അതൊരു ഇമോഷണൽ കെയർ ആണ്. അതിന് പകരം അത് കുഴപ്പമില്ല, കുറച്ച് കഴിഞ്ഞാൽ മാറിക്കോളും എന്ന് പറയുന്നതല്ല ശരിക്കും അവിടെ ഒരു ഇമോഷണൽ കെയർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ഫീല് കിട്ടുമ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വയം തോന്നുകയാണ് ആ വ്യക്തി എന്നെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവായിട്ടുള്ള സൈനാണ്. നേരെ മറിച്ച് മറ്റൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നിങ്ങളെ വിളിച്ചിട്ട് കിട്ടിയില്ല, അത് കഴിഞ്ഞിട്ട് ആൾ വിളിച്ച് ചോദിക്കുകയാണ്, നീ എവിടെയായിരുന്നു, എന്തായിരുന്നു ചെയ്തിരുന്നത്, എത്ര നേരമായി നിന്നെ വിളിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ കുറച്ച് ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നു. ഒരു അധികാര മനോഭാവത്തോടു കൂടിയിട്ട് നിങ്ങളെ ചോദ്യം ചെയ്യപ്പെടുന്നു. അങ്ങനെയൊക്കെ ആവുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ സമയത്ത് വയ്യാണ്ടിരിക്കും കൂടിയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമുക്ക് നമ്മളെ തീരെ കെയർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ളത് കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ല എന്നുള്ള ഒരു തോന്നലായിരിക്കും ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഇതിൽ ഏത് ടൈപ്പ് ഓഫ് ചാറ്റിംഗ് ആണ് ആൾ ചെയ്യുന്നത്? ഇമോഷണൽ സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ചാറ്റിംഗ് ആണോ, അതോ നേരെ മറിച്ചാണോ നോക്കുക. ഇമോഷണൽ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഗുഡ്, ആ വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. ദെൻ മൂന്നാമത്തെ സൈൻ പറയുന്നതിന് തൊട്ട് മുൻപ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം. ഇനി നിങ്ങൾ ആരെങ്കിലും ഡീപ്പായിട്ട് സ്നേഹിക്കുന്നുണ്ട്, ആ സ്നേഹം എന്നും നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ വ്യക്തി നിങ്ങളെ നന്നായിട്ട് ചേസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ചേസിങ് അഫർമേഷനുണ്ട്. അത് വേണ്ട ആളുകൾ താഴെ കാണുന്ന അല്ലെങ്കിൽ മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യുക. ഈ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് മെസ്സേജ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അയച്ചു തരാം. ആ ഒരു ചേസിങ് അഫർമേഷൻ എല്ലാ ദിവസവും രാവിലെ ഒരു 5 മിനിറ്റ് റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. 21 ദിവസം ചെയ്യുക. അതിൻ്റെ റിസൾട്ട് ഭയങ്കരമായിരിക്കും. ആ വ്യക്തി നിങ്ങളുടെ കൂടെ ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യും. ആ വ്യക്തി നിങ്ങളെ ഇങ്ങോട്ട് ചേസ് ചെയ്തുകൊണ്ടേയിരിക്കും, നിങ്ങളോടുള്ള താല്പര്യം കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ അഫർമേഷൻ ഉപയോഗിക്കാവുന്നതാണ്. വേണ്ട ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് മെസ്സേജ് കിട്ടോ, ഫ്രീ ആയിട്ട് അയച്ചു തരാം. ദെൻ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ നിർത്താൻ മടിച്ച് ഇങ്ങനെ വീണ്ടും വീണ്ടും ആ ഒരു കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്യുക. പിന്നെന്താ,
നാളെ എന്താ പരിപാടി, നാളെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തുക. അതിലെല്ലാം ഓക്കെ അല്ലേ, റെഡി അല്ലേ, അതൊക്കെ എടുത്തു വെച്ചിട്ടില്ലേ, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇങ്ങനെ സമയം പോകും. എന്നാൽ ഓക്കെ ഗുഡ് നൈറ്റ് പറയാമെന്ന് വിചാരിക്കുമ്പോൾ അവൾ പറയട്ടെ അല്ലെങ്കിൽ അവൻ പറയട്ടെ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയട്ടെ എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്ത് പിന്നീട് വീണ്ടും സ്ലോലി ആ കോൺവെർസേഷൻ ഇങ്ങനെ പോകും. നമ്മളിപ്പോൾ ഒരു 10:00 സ്റ്റോപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോലും ചിലപ്പോൾ അതൊരു 11, 11:30, ചിലപ്പോൾ 1 മണിയൊക്കെ ആവും. ഇങ്ങനെ വെറുതെ പ്രത്യേകിച്ച് ടോപ്പിക്കൊന്നും ഇല്ലെങ്കിൽ കൂടി ആ കോൺവെർസേഷൻ ഇങ്ങനെ നീണ്ടു പോകും. അതിനർത്ഥം ആ ഒരു ടെക്സ്റ്റിങ്ങിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു മൂളൽ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു ഫീല് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ വേറെ പണി നോക്കി പോവില്ലേ അല്ലേ? അപ്പോൾ അത്രയും എനർജി നിങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നത് കൊണ്ടും അത് എൻജോയ് ചെയ്യുന്നത് കൊണ്ടും ആണ് അങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് ആ ഒരു ടെക്സ്റ്റിങ്ങിൽ എന്നുള്ളത് മനസ്സിലാവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ പോയിന്റ്. പെട്ടെന്ന് ബൈ പറയാതെ ആ ടെക്സ്റ്റിങ്ങിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവായിട്ടുള്ള സൈനാണ്. അപ്പോൾ ഈ 3 സൈൻസ് ഉണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക, അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. എല്ലാവർക്കും പരസ്പരം നന്നായിട്ട് സ്നേഹിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. മുകളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്